നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചതയം നക്ഷത്രക്കാരുടെ വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിൽ തർക്കത്തിന് സാധ്യതയുണ്ടാകുന്നു. മാതാപിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് പിണക്കത്തിലായിരുന്ന കുടുംബക്കാരുമായി രമ്യതയിലാകും. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. സന്താന സൗഖ്യം അനുഭവിക്കും. കരാറുകാർക്ക് പുതിയ കരാർ ജോലികൾ ലഭിക്കും. മേലധികാരികളിൽ നിന്ന് വിരോധമുണ്ടാകുകയും സാമ്പത്തിക നേട്ടം വന്നു ചേരുകയും പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകുകയും ദേഹാരിഷ്ടതയുണ്ടാകുകയും കൃഷിയിൽ നിന്ന് വിചാരിച്ച മെച്ചം ഉണ്ടാകുകയുമില്ല. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ ജോലിയിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കേണ്ടതായി വരും. വ്യാപാരികൾക്ക് ധനനഷ്ടം ഉണ്ടാകുകയും വാഹനാപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും ധനം ലഭിക്കും. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിഷയത്തിൽ ഉന്നത പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുകയും ഉദരരോഗത്തിന് സാധ്യതയുണ്ടാകുകയും ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ദൂരയാത്രകളിൽ വലയും. ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാറ്റങ്ങൾ ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ശബരിമല ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയേറുന്നു. വിദേശത്തു നിന്ന് ജോലി മതിയാക്കി തിരികെ നാട്ടിലെത്തും. കർമ്മരംഗത്ത് പുരോഗതി അനുഭവപ്പെടും. ഭാര്യാമാതാവുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയേറുന്നു. അപവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിലും പ്രവൃത്തിയിലും നിയന്ത്രണം വേണം. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് രമ്യതയിൽ പരിഹരിക്കും. സന്താന സൗഖ്യം അനുഭവപ്പെടും. പിതാവിൻ്റെ സ്വത്ത് കൈവശം വന്നുചേരും. പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണമായിരിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി നേടുകയും പുണ്യക്ഷേത്ര ദർശനങ്ങൾ സന്ദർശിക്കുകയും പരീക്ഷകളിൽ വിജയം കൈവരിക്കുകയും കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറുകയും ദേഹാരിഷ്ടത അനുഭവിക്കുകയും ഫലമാകുന്നു. വീടുപണി പുരോഗമിക്കുന്നതിനാൽ ലോണുകൾ തുടങ്ങിയവയിലൂടെ പണം സമ്പാദിക്കും. കരാർ ജോലി ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും. ഇടയ്ക്കിടയ്ക്ക് മനോദുഃഖം അനുഭവപ്പെടുകയും സുഹൃത്തുക്കളുമായി പിണക്കമുണ്ടാകുകയും ഫലമാകുന്നു. പരിഹാരമായി ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് ഉത്തമമാകുന്നു.